Did you like beef? Beef parambari? I am vegetarian, so നമസ്തേ. മാളവിക ശർമ്മ എന്ന തെലുങ്ക് നടി അബദ്ധവശാൽ കേരളം സന്ദർശിച്ചു. അബദ്ധവശാൽ എന്ന് മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ് കേട്ടോ. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ നടി കേരളം സന്ദർശിച്ചപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കപ്പെടേണ്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാള് ഈ നടിയോട് ചോദ്യം ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നടിമാരൊക്കെ വരുമ്പോൾ അവരുടെ ഇഷ്ടഭക്ഷണവും കേരളത്തിന്റെ രുചികളും ഒക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിക്കുകയാണ്, കേരളത്തിൽ നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സ്വാഭാവികമായിട്ട് ഉണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്. അതിൽ നമുക്ക് നിഷ്കളങ്കമല്ലാത്ത ഒന്നും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മറുപടി ഉടൻ വന്നു. നടിയുടെ മറുപടി എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ രുചിച്ചു നോക്കാനോ പരീക്ഷിച്ചു നോക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ കുറച്ച് ചോറ് കഴിച്ചു, കറികൾ കഴിച്ചു, കുറച്ച് ഗ്രേവികളൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നാണ് അവർ മറുപടി പറഞ്ഞത്. അപ്പോൾ അടങ്ങാത്ത അധമ്യമായിട്ടുള്ള മാധ്യമ പ്രവർത്തകന്റെ ആ ഒരു ചോദ്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ആരാണെന്ന് അന്നത്തെ ന്യൂസിൽ പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കാമായിരുന്ന ഒരു ചോദ്യം പിന്നീട് വരികയാണ്. ആ ചോദ്യം എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ബീഫ് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ആ ചോദ്യം? സംഭവം മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് ബീഫ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്. പ്ലസ് പഴംപൊരി കൂടി ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ നടി പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഞാൻ സസ്യബുക്കാണ്, അതായത് വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് ബീഫ് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, പഴംപൊരി എന്താണ് എന്നുള്ളത് അറിയില്ല എന്നുള്ളത് ഇവർ പറയുകയാണ്. ഏത്തപ്പഴം കൊണ്ട് വറുത്തുണ്ടാക്കുന്ന എന്തോ സംതിങ് ആണ് എന്നുള്ളതാണ് ഇവരുടെ വിചാരം എന്നുള്ള രീതിയിൽ ഇവർ പിന്നീട് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ബീഫും പഴംപൊരിയും കഴിച്ചാലാണ്, അല്ലെങ്കിൽ ബീഫും പൊറോട്ടയും കഴിച്ചാലാണ് ഒരു ശരാശരിയായിട്ടുള്ള ശരിപക്ഷക്കാരനാവുകയുള്ളൂ, അല്ലെങ്കിൽ അവരാണ് പുരോഗമന ചിന്താഗതിക്കാരാകുന്ന ഒരാൾ എന്നൊക്കെയുള്ള ചില തോട്ട് പ്രോസസ് ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകന്റെ ആ അടങ്ങാത്ത ചോദ്യശരങ്ങൾ ആ നടിയിലേക്ക് ചെല്ലുന്നത്. സത്യത്തിൽ ഈ നടി തെലുങ്ക് നടി ആയതുകൊണ്ട് അവർക്ക് ഇതിന് പിന്നിലെ രാഷ്ട്രീയം മനസ്സിലായില്ല എന്ന് വ്യക്തമാണ്. ഈ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്, ഈ ചോദിച്ചതിനുള്ള മറുപടി എന്ന് പറയുന്നത്, ഈ ഭക്ഷണം ചോദിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമൊന്നുമല്ല. നമ്മൾ ആരോടാണെങ്കിലും ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് എന്നൊക്കെ പരസ്പരം ചോദിക്കാറുണ്ട്. അതിപ്പോ സെലിബ്രിറ്റീസിനോടൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൽ ഭക്ഷണമല്ല തിരയുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിലെ മതവും അവരുടെ രാഷ്ട്രീയമാണ്, ഭക്ഷണത്തിലെ രാഷ്ട്രീയമാണ് ഈ പറയുന്ന നപുംസകങ്ങളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരൊക്കെയും ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെ ചെയ്യുന്നത്. അപ്പൊ വെജിറ്റേറിയൻ ആണെന്ന് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ നടി പറഞ്ഞിട്ടും അയാള് വീണ്ടും ചോദിക്കുകയാണ്, ബീഫ് പഴംപൊരി ഇഷ്ടമായോ എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളം നാണം കെട്ട ഒരു പരിപാടിയാണ് ഇവര് നടത്തിയിട്ടുള്ളത്. വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാളെ, പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളോട് അയാള് സസ്യബുക്കാണ് എന്ന് പറഞ്ഞതിന് ശേഷവും വീണ്ടും കുത്തി കുത്തി ചോദിക്കുന്ന ഇവന്റെയൊക്കെ ആ ഒരു ത്വരയുണ്ടല്ലോ, അതൊന്നും ത്വരയല്ല, നല്ല അടി വെച്ച് കൊടുക്കാത്തതിന്റെ ശരാശരി ഉള്ള വിഷമമാണ് ആ പറയുന്നത് എന്നാണ് പറയേണ്ടത്. അതായത് ഇതിൽ പിന്നീട് ഇവരെന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കാര്യം വീണ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഹിന്ദുത്വം കൊണ്ടുവരിക, അതിലൊരു ബ്രാഹ്മണിക്കൽ അപ്രോച്ച് കൊണ്ടുവരിക, എന്നിട്ട് അതിലെ ആ നടിയെയും അത് വെച്ചിട്ട് നമ്മുടെ രാഷ്ട്രീയത്തെയും നമ്മുടെ രാജ്യത്തിന്റെയും ഒക്കെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പടച്ചു വിടുക എന്നുള്ളതാണ് ഇവന്മാരുടെയൊക്കെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഈ ചോദ്യം എനിക്ക് പറയുന്നത്, ഏതെങ്കിലും ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയോട്, ഒരു നടിയോട് അവര് പന്നി മാംസം കഴിക്കുന്നത് ഇഷ്ടമാണോ, കഴിച്ചോ, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചോ എന്ന് ചോദിക്കില്ലല്ലോ. കാരണം നമ്മുടെ നാട്ടില് അതും കിട്ടും, അതും ഭക്ഷ്യയോഗ്യമാണ്, അത് കഴിക്കുന്നവരുണ്ട്. അപ്പോ ഈ ചോദ്യം അവരോട് ചോദിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമല്ലേ. ഹിമ ഖുറൈഷി അവരോട് ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണം കഴിച്ചോ എന്ന് അവരിവിടെ വരുമ്പോ ഇവന്മാരൊക്കെ പോയിട്ട് ചോദിക്കുക, എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം, എന്തൊക്കെ കഴിച്ചു, ഇന്ന ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമോ?
അടി വീഴും എന്നുള്ളിടത്തൊന്നും ഇവരാരും പോയിട്ട് ഇമാതിരി കോലിട്ട് കുത്തി ചുരണ്ടി അതിലെ വർഗീയതയും വിഷയവും ഒക്കെ കലർത്തി ഇങ്ങനെ വിഷം തുപ്പുന്ന ആവശ്യമില്ലാത്ത കുറെ വിവാദങ്ങൾ ഉണ്ടാക്കി വിടുന്ന, അതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കപ്പെടുകയും അതിലൂടെ ഇവർക്ക് റേറ്റിംഗ് കൂട്ടുകയും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവന്മാരൊന്നും അവിടെ പോയിട്ട് ഈ വിളച്ചില് എടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഇത് മാത്രമല്ല, കേരള സന്ദർശനത്തിന് വരുന്ന ഹിമ ഖുറേഷി ഉണ്ട്, ഫാത്തിമ സന ഷെയ്ഖ് ഉണ്ട്, സഹർ അഫ്ഷ എന്നൊക്കെ പറയുന്ന ഒരു പറ്റം പറയുന്ന ഈ നടിമാരോടൊക്കെ ഈ പറയുന്ന ആർട്ടിസ്റ്റുകളോടൊക്കെ ഇവർ ഇത്തരത്തിൽ ചോദിക്കുമോ എന്നുള്ളത് ഒരു പ്രധാന ചോദ്യം തന്നെയല്ലേ. എന്തിനാണ് നിങ്ങൾ എല്ലാത്തിലും പോയിട്ട് ഈ ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള വിഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള തുപ്പുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അവര് അവരുടേതായ ജോലിക്ക് വരുന്നു, അവർ ആ ജോലി ചെയ്ത് തിരിച്ചു പോകുന്നു. ചിലർക്ക് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ഒന്നും പെടാനായിട്ട് യാതൊരു താല്പര്യവും ഉണ്ടാകില്ല. ഒരുപക്ഷെ അവർക്ക് ഇയാൾ ചോദിച്ചതിന്റെ അർത്ഥം പോലും മനസ്സിലായിട്ടുണ്ടാകില്ല. എന്തുകൊണ്ടാണ് ചോദിച്ചത്? തന്റെ ഭക്ഷണത്തിലെ രാഷ്ട്രീയമാണ് ഇവർ തിരഞ്ഞത്. തന്നെ ഇതിലൊരു ട്രാപ്പിലേക്ക് പെടുത്തുക എന്നുള്ളതാണ്, വിവാദത്തിൽ പെടുത്തുക എന്നുള്ളതാണ് ഇയാൾ ചിന്തിച്ചത് എന്നുള്ളത് ആ നടി ചിന്തിച്ചു പോലും കാണില്ല. ചിലപ്പോ അവർക്കത് കേരളത്തിന്റെ ഇത്തരത്തിലുള്ള ഈ പിച്ചി മാന്തി ചൊറിഞ്ഞു എന്ന് പറയുന്ന വാർത്തകൾ ചമയ്ക്കുന്ന തരത്തിലുള്ള ആളുകൾക്ക് ഇതൊരു വിഷയം ഉണ്ട് എന്നുള്ളത് അവർക്കത് അറിയാൻ പാടില്ലായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേരളത്തിന്റെ തനത് ഭക്ഷണമാണ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ. ഈ പറയുന്ന ആളുകളോടൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ചേച്ചിക്ക് കേരളത്തിലെ പോർക്ക് ഫ്രൈ ഇഷ്ടമാണോ, പോർക്ക് വിന്താലോ, ക്രിസ്ത്യൻ സ്റ്റൈൽ പോർക്ക് റോസ്റ്റ് ഇഷ്ടമായോ എന്നൊക്കെ ഇവരാരും ചോദിക്കാൻ പോവില്ല. കാരണം അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വിളമ്പാൻ പറ്റുന്ന ഇടത്ത് മാത്രം അത് ഛർദ്ദിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ കേരളത്തിന്റെ ഭക്ഷണമാണ് ഇതൊക്കെ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് നന്നായിട്ട് അറിയാം അവിടെ നിന്ന് വരുന്ന മറുപടി എന്തായിരിക്കും എന്നൊക്കെ. അപ്പോ പഴംപൊരി പോലും വെറുതെ വിടില്ല. പഴംപൊരിയും ബീഫും ചേർത്ത് കഴിക്കേണ്ടവർക്ക് അത് കഴിക്കാം. ഇവിടെ ആരും ആരുടെയും കാലിലും കയ്യിലും പിടിച്ച് കെട്ടിയിട്ടിട്ട് ഇതൊന്നും കഴിക്കരുത് എന്നൊന്നും പറയുന്നില്ല. അപ്പോ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ബീഫിനെ കുറിച്ച് അവിടെ ഒരു നിരോധനം വരുന്നതിന് കാരണമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു വരുമാന മാർഗം അല്ല പശു എന്ന് പറയുന്നത്. അവിടെ പശുവിനെയാണ് പ്രശ്നം, ഗോമാംസം വിൽക്കുന്നതിനെയാണ് പ്രശ്നം. കാരണം അവർക്ക് അത് അവരുടെ വിശ്വാസം അനുസരിച്ച് അത് ഗോമാതാവാണ്. അവർ ആ റെസ്പെക്ട് അതിന് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ വരുമാന മാർഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗവുമായിട്ടൊക്കെ മാറിയിരുന്നതാണ്. ആ സംസ്കാരം അവർ പിന്തുടർന്ന് പോരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ നാട്ടിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വിലക്ക് വരുന്നത്. അതല്ലാത്തതിന് അവിടെ ആരും തടസ്സം നിൽക്കാൻ പോകുന്നില്ല. ഇപ്പൊ വാർത്തകൾ പടച്ചുവിടുമ്പോൾ ഇവിടെ പോലും എന്താണ് ചെയ്യുന്നത്? ഇത് ഗോമാംസമാണ് എന്ന് പറയില്ല, നേരെ തിരിച്ച് അതിനെ ബീഫാക്കി മാറ്റി ഒറ്റ ടാഗ് ലൈനിൽ ഇത് ഏർപ്പെടുത്തി അങ്ങ് പടച്ചു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ഇവരുടെയൊക്കെ വായിൽ എന്താ പ്ലാസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ, സ്റ്റിബ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ? പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടല്ലോ. ആ വിഷയങ്ങൾ ഒന്നിൽ തൊട്ടാൽ എല്ലാത്തിലും തൊടാനുള്ള ധൈര്യം ഉണ്ടാവണം. അല്ലാത്തവൻ ഈ പണി നിർത്തിയിട്ട് വീട്ടിൽ പോയിരിക്കണം. ഇത് ചില പ്രൊപ്പഗാൻഡകൾ വെച്ച് മാത്രം നടത്തുന്ന ചില ചോദ്യങ്ങളും ചോദ്യശരങ്ങളും അല്ലെങ്കിൽ അതിന്റെ ചില ഗിമ്മിക്കുകളും ഒക്കെയാണ് ഇവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സെക്കുലറിസം എന്നൊക്കെ പറയുമ്പോൾ ബീഫും പൊതിച്ചോറും ഇല്ലെങ്കിൽ സെക്കുലറിസം കേരളത്തിൽ പൂത്തുലയില്ല എന്നുള്ളത് ധരിച്ചു വെച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അവര് ഒക്കെ ചേർന്നിട്ടാണ് സത്യത്തിൽ കേരളത്തിലെ ഒരു അവസ്ഥ ഇങ്ങനെയാക്കി മാറ്റുന്നത് പോലും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടിപ്പോകും. പഴംപൊരിയെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്. നമ്മളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന 4 മണിക്കും അല്ലാതെയും ഒക്കെ ഒരു ചായക്കടയിൽ കയറിയാൽ ഒരുപക്ഷെ ആദ്യം പറയുന്നത് പഴംപൊരിയും ചായയുമായിരിക്കും. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ഭക്ഷ്യവസ്തുവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇത് പറയുകയാണ്. അപ്പോഴും ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഉടനീളം നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെ പോലും ഈ ബീഫുമായിട്ട് കുത്തി നിറച്ചു വെച്ചുകൊണ്ട് അതിന്റെ ഒരു രീതി തന്നെ, കഴിക്കുന്ന രീതി തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു
രീതിയാണ്. നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് നമുക്ക് വീട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് കിട്ടുന്നതാണ്. ആ സംസ്കാരം എന്ന് പറയുന്നത് വരുന്നവന്റെയും പോകുന്നവന്റെയും ഒക്കെ ഉള്ളിൽ അടുത്ത് ചെന്ന് നിന്ന് ഇതിന് ചൊറിഞ്ഞ് മാന്തി അവന്റെ വായിൽ വിരലിട്ട് കുത്തി 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 അവനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് ഛർദിപ്പിച്ച് ആ ഛർദിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന തരത്തിലുള്ള വെറും നാണം കെട്ട പ്രവർത്തനമാണ്. ഇതിനെയൊക്കെ മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.